നമസ്കാരം. നിങ്ങളുടെ കയ്യിലൊരു കിടിലൻ ഐഡിയ ഉണ്ടോ? പക്ഷേ അതിനെ എങ്ങനെ വിജയത്തിലെത്തിക്കും? അതിനൊരു വഴികാട്ടി വേണ്ടേ? അതാണ് ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി. പേര് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട. സംഭവം സിമ്പിളാണ്. ഈ ഒരു വിശകലനത്തിൽ നമുക്ക് ഒരുമിച്ച് ആ വഴികാട്ടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ മനസ്സിലൊരു അടിപൊളി ബിസിനസ് ഐഡിയ ഉണ്ട്. പക്ഷെ ആ ഐഡിയയെ യാഥാർത്ഥ്യമാക്കി അത് ശരിക്കും ആവശ്യമുള്ള ആളുകളുടെ കയ്യിലേക്ക് എത്തിക്കാൻ ഒരു കൃത്യമായ പ്ലാൻ വേണ്ടേ? ആ പ്ലാനിനെയാണ് നമ്മൾ ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി അല്ലെങ്കിൽ GTM സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇതിനെ നമുക്കൊരു യാത്രയായിട്ട് കാണാല്ലേ? നിങ്ങളുടെ ആശയം ഒരിടത്ത്, നിങ്ങളുടെ കസ്റ്റമർ വേറൊരിടത്ത്. ഇവർ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കൃത്യമായി വഴികളൊക്കെ അടയാളപ്പെടുത്തിയ ഒരു മാപ്പ്. അതാണ് ഈ GTM സ്ട്രാറ്റജി. ഇതൊരു വെറും ബിസിനസ് പ്ലാൻ അല്ല കേട്ടോ. അതിനപ്പുറം ഓരോ സ്റ്റെപ്പിലും നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ആക്ഷൻ പ്ലാനാണ്. അപ്പോ ഈ യാത്രയിൽ നമുക്ക് 4 പ്രധാന ഘട്ടങ്ങളാണുള്ളത്. ആദ്യം നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന്, അതായത് നമ്മുടെ ലോകം എന്താണെന്ന് മനസ്സിലാക്കും. പിന്നെ നമ്മുടെ സ്വന്തം വഴി വരയ്ക്കും. ആ വഴിയിലൂടെ പോകുമ്പോൾ പുരോഗതി എങ്ങനെയാണെന്ന് നോക്കും. അവസാനം എങ്ങനെ സ്ഥിരമായി വളരാം എന്നുള്ള വഴി കണ്ടെത്തും. റെഡിയല്ലേ? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഏതൊരു യാത്ര തുടങ്ങുന്നതിനു മുൻപും നമ്മൾ എങ്ങോട്ടാ പോകുന്നത്, അവിടുത്തെ അവസ്ഥ എന്താ എന്നൊക്കെ അറിയണമല്ലോ. അതുതന്നെയാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. നല്ലൊരു അടിത്തറയിടുക. ആദ്യം തന്നെ നമ്മുടെ കളിസ്ഥലം എത്ര വലുതാണെന്ന് അറിയണം. നമ്മൾ ഏത് മാർക്കറ്റിലാണ്, ഏത് ഇൻഡസ്ട്രിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്, അവിടെ നമുക്ക് വളരാൻ എത്രത്തോളം അവസരങ്ങളുണ്ട്, പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡുകൾ എന്തൊക്കെയാണ്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടും. മാർക്കറ്റിനെക്കുറിച്ചൊരു ഏകദേശ ധാരണ കിട്ടിയല്ലോ. ഇനി ആ വലിയൊരു ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് നമ്മുടെ പ്രൊഡക്റ്റ് ശരിക്കും ആവശ്യമുള്ള ആ ഒരാളെ കണ്ടെത്തണം. നിങ്ങളുടെ പ്രൊഡക്റ്റ് ആർക്കു വേണ്ടിയുള്ളതാണ്? അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അവർക്ക് ജീവിതത്തിൽ എന്താണ് നേടേണ്ടത്? ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ തിരക്കുള്ള പ്രൊഫഷണലുകൾക്ക് ഹെൽത്തി മീൽസ് ഡെലിവറി ചെയ്യുന്ന ആളാണെങ്കിൽ അവരുടെ പ്രധാന പ്രശ്നം സമയമില്ലായ്മയാണ്, അല്ലേ? അപ്പോൾ അവരുടെ പ്രശ്നം കൃത്യമായി മനസ്സിലാക്കിയാലേ നമുക്ക് അവർക്ക് വേണ്ട സൊല്യൂഷൻ കൊടുക്കാൻ പറ്റൂ. ഇതിനെയാണ് നമ്മൾ കസ്റ്റമർ പേഴ്സോണ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട 2 ആശയങ്ങളുണ്ട്. ഒന്ന് വാല്യൂ പ്രൊപ്പോസിഷൻ, മറ്റത് പ്രോഡക്റ്റ് പൊസിഷനിംഗ്. വാല്യൂ പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾ കസ്റ്റമറിന് കൊടുക്കുന്ന വാക്കാണ്. നിങ്ങൾ അവരുടെ എന്ത് പ്രശ്നമാണ് പരിഹരിക്കുന്നത്? ഉദാഹരണത്തിന്, ഞങ്ങൾ 20 മിനിറ്റിൽ ഹെൽത്തി ഫുഡ് വീട്ടിലെത്തിക്കും. ഇതാണ് വാഗ്ദാനം. ഇനി പ്രോഡക്റ്റ് പൊസിഷനിംഗ് എന്താണെന്ന് വെച്ചാൽ, കസ്റ്റമറുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്ത് സ്ഥാനമാണുള്ളതെന്നതാണ്. അതായത് മറ്റുള്ളവരെക്കാൾ നിങ്ങൾ എങ്ങനെയാണ് വ്യത്യസ്തനാകുന്നത്. തിരക്കുള്ള പ്രൊഫഷണലുകൾക്ക് ഏറ്റവും വേഗത്തിൽ കിട്ടുന്ന ഹെൽത്തി മീൽ ഓപ്ഷൻ എന്ന് കേൾക്കുമ്പോൾ അവർ നിങ്ങളെ ഓർക്കണം. അപ്പോൾ ഒന്ന് നിങ്ങൾ കൊടുക്കുന്ന വാക്ക്, മറ്റത് നിങ്ങളുടെ ഐഡന്റിറ്റി. മനസ്സിലായോ? നിങ്ങളുടെ ഈ വാഗ്ദാനവും ഐഡന്റിറ്റിയും സ്ട്രോങ് ആക്കാൻ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ചെയ്യാത്ത എന്ത് സ്പെഷ്യൽ കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. 2, നിങ്ങൾ കസ്റ്റമേഴ്സിനോട് സംസാരിക്കുന്ന രീതി, നിങ്ങളുടെ ടോൺ എങ്ങനെയായിരിക്കണം. മൂന്നാമത്തേത്, നിങ്ങളുടെ പ്രൊഡക്റ്റ് അവരുടെ ഒരു ആവശ്യം നിറവേറ്റുന്നുണ്ട്, ശരി, പക്ഷെ അതോടൊപ്പം അവർക്ക് വൈകാരികമായി എന്ത് സന്തോഷമാണത് നൽകുന്നത്. ഇതും പ്രധാനമാണ്. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നും ആരെയാണ് കാണേണ്ടതെന്നും ഏകദേശം മനസ്സിലാക്കി. ഇനി അങ്ങോട്ട് എത്താനുള്ള വഴി കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാം. ഇതാണ് നമ്മുടെ ആക്ഷൻ പ്ലാൻ. ഈ യാത്രയ്ക്ക് കാശ് വേണ്ടേ? അപ്പോ നിങ്ങളുടെ പ്രൊഡക്റ്റിന് എന്തു വിലയിടും? ഏതെല്ലാം രീതിയിൽ വരുമാനമുണ്ടാക്കാൻ പറ്റും? തുടക്കത്തിൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ എന്തെങ്കിലും ഓഫറുകളോ ഡിസ്കൗണ്ടുകളോ കൊടുക്കുന്നുണ്ടോ? ഈ സാമ്പത്തിക തീരുമാനങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത്, നിങ്ങളുടെ പ്രോഡക്റ്റ് കസ്റ്റമറുടെ കയ്യിൽ എങ്ങനെ എത്തും എന്നതാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട്, അതായത് വെബ്സൈറ്റ് വഴിയോ ആപ്പ് വഴിയോ വിൽക്കാം, അല്ലെങ്കിൽ കടകളിലൂടെ ഓഫ്ലൈനായി വിൽക്കാം. ഇനി ഇതല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കസ്റ്റമർ എവിടെയാണോ ഉള്ളത്, നിങ്ങളും അവിടെ എത്തണം. ആളുകൾ നിങ്ങളുടെ പ്രൊഡക്റ്റിനെക്കുറിച്ച് എങ്ങനെ അറിയും? അതിനാണ് മാർക്കറ്റിംഗ്. ഇതൊരു 3 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ലോഞ്ചിന് മുൻപ് തന്നെ ആളുകളിലൊരു ആകാംക്ഷയുണ്ടാക്കണം. പിന്നെ ലോഞ്ച് ദിവസം അതൊരു വലിയ സംഭവമാക്കി മാറ്റണം. ലോഞ്ചിന് ശേഷം അവരുമായി നല്ലൊരു ബന്ധം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ടു പോകണം. മാർക്കറ്റിംഗ് ആളുകളിൽ ഒരു താൽപ്പര്യമുണ്ടാക്കുന്നു, സെയിൽസ് ആ താൽപ്പര്യത്തെ കച്ചവടമാക്കി മാറ്റുന്നു. അത്രയുള്ളൂ. നിങ്ങൾ നേരിട്ടാണോ വിൽക്കുന്നത്, അതോ പാർട്ട്നേഴ്സ് വഴിയാണോ? നിങ്ങളുടെ സെയിൽസ് ടീമിന് കൃത്യമായ ടാർഗറ്റുകൾ കൊടുക്കണം. ആ ടാർഗറ്റുകൾ നേടാൻ അവരെ സഹായിക്കുന്ന ടൂൾസും സപ്പോർട്ടും കൊടുക്കണം. ഓക്കെ, യാത്ര തുടങ്ങി. ഇനി നമ്മൾ പോകുന്നത് ശരിയായ വഴിയിലൂടെ തന്നെയാണോ എന്നെങ്ങനെ അറിയും?
അതിനാണ് നമ്മൾ ഡേറ്റയെ ഒരു കോമ്പസ് പോലെ ഉപയോഗിക്കുന്നത്. നമ്മുടെ പുരോഗതി കൃത്യമായി അളന്നുകൊണ്ടേയിരിക്കണം. കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന CAC. ഇതെന്താന്ന് വെച്ചാൽ ഓരോ പുതിയ കസ്റ്റമറെയും കിട്ടാൻ നിങ്ങൾക്ക് എത്ര രൂപ ചെലവായി, അത്രയേ ഉള്ളൂ. ഈ തുക എത്രത്തോളം കുറയുന്നോ അത്രയും നല്ലതാണ്. അതിനർത്ഥം നിങ്ങളുടെ മാർക്കറ്റിംഗ് പ്ലാൻ വർക്ക് ആകുന്നുണ്ട് എന്ന് തന്നെ. നിങ്ങളുടെ പ്രൊഡക്റ്റിൽ താൽപ്പര്യം കാണിക്കുന്ന 100 പേരിൽ എത്ര പേർ അത് ശരിക്കും വാങ്ങുന്നുണ്ട്, ആ കണക്കാണ് കൺവേർഷൻ റേറ്റ്. ഇത് നിങ്ങളുടെ സെയിൽസ് പ്രോസസ് എത്രത്തോളം എഫക്റ്റീവാണെന്ന് കാണിച്ചു തരും. പുതിയ കസ്റ്റമേഴ്സിനെ നേടുന്നതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനമാണ്, ഉള്ളവരെ നിലനിർത്തുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വന്ന കസ്റ്റമേഴ്സിൽ എത്ര ശതമാനം പേർ വീണ്ടും വീണ്ടും വരുന്നുണ്ട്, അതാണ് റിട്ടൻഷൻ റേറ്റ്. ഒരു കസ്റ്റമർ അവരുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരിൽ നിന്ന് ഏകദേശം എത്ര വരുമാനം കിട്ടും? ഇതിനെയാണ് നമ്മൾ ലൈഫ് ടൈം വാല്യൂ അല്ലെങ്കിൽ LTV എന്ന് പറയുന്നത്. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, നിങ്ങളുടെ ബിസിനസ് ലാഭത്തിലാകണമെങ്കിൽ ഈ LTV അവരെ നേടാൻ ചിലവാക്കിയ തുകയേക്കാൾ, അതായത് CACയേക്കാൾ എപ്പോഴും ഒരുപാട് കൂടുതലായിരിക്കണം. ഈ പറയുന്ന അളവുകളെല്ലാം നമ്മളൊരു ടൈം ലൈനുമായി ബന്ധിപ്പിക്കണം. ഓരോ ഘട്ടത്തിലും, അതായത് ഓരോ മൈൽസ്റ്റോണിലും നമ്മൾ എന്ത് നേടാനാണ് ലക്ഷ്യമിടുന്നത് എന്ന് നേരത്തെ കൂട്ടി തീരുമാനിക്കണം. ഇവയാണ് നമ്മുടെ യാത്രയിലെ ചെക്ക് പോസ്റ്റുകൾ. ഒരു GTM സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു ലോഞ്ചിനു വേണ്ടി മാത്രമുള്ള ഒന്നല്ല, അതൊരു തുടക്കം മാത്രമാണ്. ദീർഘകാലത്തേക്കുള്ള വളർച്ചയുടെ അടിത്തറയാണത്. ഏറ്റവും പ്രധാനമായി ഓർക്കേണ്ടൊരു കാര്യമുണ്ട്. നമ്മളുണ്ടാക്കിയ ഈ മാപ്പ് ഒരിക്കലും ഫിക്സ്ഡ് അല്ല. മാർക്കറ്റിൽ മാറ്റങ്ങൾ വരും, കസ്റ്റമേഴ്സിന്റെ ഇഷ്ടങ്ങൾ മാറും. അതിനനുസരിച്ച് നമ്മൾ ഈ മാപ്പ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതൊരു ജീവനുള്ള രേഖയാണ്. ഏതൊരു GTM സ്ട്രാറ്റജിയുടെയും ഹൃദയത്തില് ഈ ഒരൊറ്റ ചോദ്യമാണുള്ളത്. നമ്മുടെ ഓരോ തീരുമാനവും ഓരോ പ്ലാനും ഈ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കണം. ഇതാണ് നമ്മുടെ ധ്രുവനക്ഷത്രം. നമ്മുടെ യാത്രയുടെ ദിശ നിർണ്ണയിക്കുന്നത് ഈ ചോദ്യമാണ്. അപ്പോൾ യാത്രയ്ക്കുള്ള വഴി നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങളുടെ ആ വലിയ ആശയത്തെ വിജയത്തിലേക്ക് നയിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. അത് നിങ്ങൾ എവിടെ നിന്നായിരിക്കും തുടങ്ങുക? ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്നിട്ട് തുടങ്ങിക്കോളൂ.